വളരെ അപ്രതീക്ഷിതമായാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ മൂന്നാമത്തെ ആഴ്ചയിലെ ആദ്യ ദിവസം തന്നെ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നത്. റോക്കിയും സിജോയും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ സംഭവിച്ചതാണ് ഈ ശാരീരിക അതിക്രമം. സിജോ റോക്കിയെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തിരുന്നു. ഈ പ്രൊവോക്കേഷനിടയിലാണ് റോക്കി സിജോയെ മുഖത്ത് ഇടിക്കുന്നത്. എന്നാൽ വീട്ടിലെ ക്യാപ്റ്റനാണ് സിജോ വല്ലാതെ പ്രൊവോക്ക് ചെയ്തുവെന്നും ഇത്തരം രീതിയിൽ ഇതിനു മുൻപും സിജോ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സിജോ മറ്റു മത്സരാർത്ഥികളോട് വിശദീകരിക്കണമെന്നും ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ മറ്റു മത്സരാർത്ഥികളുമായി സംസാരിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ശ്രീരേഖയോട്. അടുത്ത ലാലേട്ടൻ എപ്പിസോഡിനോ അതിനു മുൻപുള്ള ഏതെങ്കിലും ഒരു അവസരത്തിൽ ക്യാപ്റ്റനോട് ഈ കാര്യം ചോദിക്കണമെന്നും ക്യാപ്റ്റൻ അതിന് മറുപടി പറയണമെന്നുമാണ് ജിൻഡോ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കാരണം ഇതേ രീതിയിൽ ജിൻഡോയോടും പ്രവർത്തിച്ചിട്ടുണ്ട്. വല്ലാതെ പ്രൊവോക്ക് ചെയ്യുകയും വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് സിജോ എന്നും സിജോ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ റോക്കിയുടെ ഇൻസിഡന്റ് ഉണ്ടായതെന്നും ജിൻഡോയുടെ സംസാരത്തിലൂടെ പുറത്തു വരുന്നു. എന്നാൽ ഇതേ സമയം ഇത്രയും വലിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിട്ടും ഇത്രയും വലിയ പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടും പവർ ടീം അംഗമായിരുന്ന ജിൻഡോ ഇത്രയും ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ കൂടിയായിരുന്നിട്ടും ഇവരെ തടയാനോ ഇവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നിൽക്കുകയോ ചെയ്യാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയി എന്ന ഒരു ആരോപണം മറുപക്ഷം ഉയർത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിനിടയ്ക്ക് ബിഗ് ബോസ് വീട്ടിലെ ഇത്തരം കലാപരിപാടികളിൽ അല്ലെങ്കിൽ ഇത്തരം പ്രൊവോക്കേഷനുകളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും മറ്റുള്ളവരാരും ഇടപെടരുത് എന്ന് ജിൻഡോ പറഞ്ഞിരുന്നു എന്ന് പറയുന്ന ചില മത്സരാർത്ഥികളുമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് മത്സരാർത്ഥികൾ പലരും അങ്ങോട്ടേക്ക് എത്താതിരുന്നത് എന്നും പറയുന്നു. ഏതായാലും ഇതിന്റെ യാഥാർത്ഥ്യം ഇനിയും കണ്ടറിയേണ്ടത് തന്നെയാണ്. ഏതായാലും റോക്കിയുടെ പുറത്താക്കലിന്റെ പിന്നാലെ സിജോയ്ക്കെതിരെ തന്ത്രങ്ങളുമായി ജിൻഡോ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഇത് ഏത് രീതിയിൽ അദ്ദേഹം വർക്കൗട്ട് ആക്കുമെന്നും അത് ഏതെങ്കിലും രീതിയിൽ സിജോയ്ക്കെതിരെ ഉയർത്താൻ ജിൻഡോയ്ക്ക് കഴിയുമോ എന്നും വരും ദിവസങ്ങളിലെ എപ്പിസോഡുകൾ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും പൊതുവെ റോക്കിയോട് തനിക്ക് യാതൊരു പ്രശ്നമില്ലെന്നും റോക്കിയെ തിരിച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞതോടെ പ്രേക്ഷകർ പൊതുവെ സിജോയെ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രേക്ഷക പിന്തുണ ഇതോടെ സിജോ നേടിയിട്ടുമുണ്ട്.